നടി അനശ്വര രാജൻ പ്രമോഷന് സഹകരിക്കുന്നില്ല എന്ന ആരോപണവുമായി സംവിധായകൻ ദീപു കരുണാകരൻ ദിവസങ്ങൾക്ക് മുമ്പ് രംഗത്തെത്തിയിരുന്നു. ഇന്ദ്രജിത്തും അനശ്വരയും കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന സിനിമയുടെ പ്രമോഷനും അനശ്വര സഹകരിക്കുന്നില്ല എന്നായിരുന്നു ദീപുവിന്റെ പരാതി. എന്നാൽ ഈ ആരോപണം തെറ്റാണെന്നും ദീപുവിന്റെ പരാമർശങ്ങൾ ഏറെ വേദനിപ്പിച്ചുവെന്നും പറഞ്ഞ് അനശ്വര രംഗത്തെത്തി. താരസംഘടനയായ അമ്മയ്ക്ക് അനശ്വര പരാതി നൽകുകയും ചെയ്തു. പിന്നീട് ഫെഫ്ക അമ്മ പ്രതിനിധികൾ ഇരുവരുമായി സംസാരിക്കുകയും സംഭവം ഒത്തുതീർപ്പാക്കുകയും ചെയ്തു. ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സിനിമയുടെ നിർമ്മാതാവ് പ്രകാശ് ഹൈലൈൻ. അനശ്വരയുമായി നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ദീപു കരുണാകരന്റെ ഇടപെടൽ അനവസരത്തിലുള്ളതായി പോയി എന്നും പ്രകാശ് തുറന്നടിച്ചു. സിനിമ റിലീസിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. റിലീസിനോട് അനുബന്ധിച്ചാണ് പ്രമോഷൻസ് ഒക്കെ തീരുമാനിക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രമോഷന് വേണ്ടി നേരത്തെ ഒരു ഡേറ്റ് നിശ്ചയിച്ചിരുന്നതാണ്. തന്റെ അനുഭവത്തിൽ അനശ്വര രാജന്റെ ഭാഗത്തു നിന്ന് ഒരു നിസ്സഹകരണവും ഉണ്ടായിട്ടില്ല. ടീസർ, ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ സോഷ്യൽ മീഡിയ പാർട്ട്ണർ അനൗൺസ് ചെയ്യുന്ന സമയത്താണ് അനശ്വര ഷെയർ ചെയ്തില്ല എന്നൊരു കമന്റ് കേൾക്കുന്നത്. ആ സമയത്ത് അവരുടെ ഇൻസ്റ്റയിൽ എന്തോ സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നു. അനശ്വര തന്നെയാണ് ഇക്കാര്യം തന്നോട് പറഞ്ഞത്. അതല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ദീപുവിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. സംവിധായകൻ എന്ന നിലയ്ക്ക് ദീപുവിന് അത് പറയാം. മമ്മൂക്കിയെ വെച്ചൊക്കെ സിനിമ ചെയ്ത സീനിയർ സംവിധായകനാണ് ദീപു. എങ്കിലും ഇത്തരത്തിലൊരു അഭിമുഖം വന്നത് അനവസരമായി പോയി. പ്രമോഷനുമായി ബന്ധപ്പെട്ട് അത് ഗുണം ചെയ്യുമോ എന്ന് അറിയില്ല. ആർട്ടിസ്റ്റ് വന്നില്ലെങ്കിൽ അതിൻ്റെതായ നടപടിക്രമങ്ങൾ നമുക്കുണ്ട്. അതെല്ലാം കഴിഞ്ഞാണ് അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് പോകുന്നത്. അനശ്വരയ്ക്ക് വേണ്ടി ഹയാത്തിലായിരുന്നു ആദ്യം റൂം ബുക്ക് ചെയ്തിരുന്നത്. എങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂം വേണ്ടെന്ന് പറഞ്ഞത് അവർ തന്നെയാണ്. സാധാരണ ആരും ചെയ്യാത്ത കാര്യമാണത്. ആ കാര്യത്തിൽ വരെ സഹകരിച്ച ആളാണ് അനശ്വര. പ്രതിഫലത്തിന്റെ കാര്യത്തിലും വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് നടി ഡീൽ ചെയ്തത്. ദീപുവിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അനശ്വരയുടെ കരിയറിനെയും ഇത് ബാധിക്കും. നാളെ അവരുമായി പടം കമ്മിറ്റ് ചെയ്യുന്നവർക്കും ഒരു ആശയക്കുഴപ്പം ഉണ്ടാകും. അതുകൊണ്ടാണ് യാഥാർത്ഥ്യം താൻ പറഞ്ഞത്. തന്റെ സിനിമകൾ ചെയ്ത ആർട്ടിസ്റ്റുകളുമായി നല്ല ബന്ധത്തിൽ പോകണമെന്നാണ് ആഗ്രഹമെന്നും പ്രകാശ് കൂട്ടിച്ചേർത്തു.